ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. യെസ്, തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ കാത്തിരിക്കുന്ന ആ നിമിഷം ഇത് വന്നിരിക്കുകയാണ്. താഴേക്ക് വളരെ ഒരു തീഗോളമായി താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒറൈൻ പേടകത്തെ കാണാം. ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ നേരത്തെ ഒരുപാട് തവണ കണ്ടതാണ്. സ്പേസ് എക്സിന്റെയൊക്കെ ഫാൽക്കൺ റോക്കറ്റ് ലോഞ്ചിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഇത്തരം പേടകങ്ങൾ താഴേക്ക് പതിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതിപ്പോൾ ചന്ദ്രനിലേക്ക് പോയ ഒറൈൻ പേടകമാണ്, ചന്ദ്രനടുത്തേക്ക് പോയ പേടകമാണ്. അതാണ് ഭൂമിയിലേക്ക് പതിക്കാൻ പോകുന്നത്. വിദൂര ദൃശ്യങ്ങളിൽ കാണാം. പാരച്യൂട്ടുകൾ വിടർത്തേണ്ട സമയം ആവുന്നു. 5:33 ഈ ഡ്രോപ്പ് പാരച്യൂട്ടുകൾ വിടരേണ്ടത്. അതിനുള്ള ഘട്ടത്തിലേക്ക് ഇപ്പോൾ Your trajectory is nominal and your recovery teams have visual. Guidance looks good. Yes, recovery team ഇവരെ വീണ്ടെടുക്കേണ്ട സംഘങ്ങൾക്ക് ഇപ്പോൾ അവരെ കാണാം എന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ ലഭിക്കുന്നു. ഇപ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ ഇന്റഗ്രിറ്റിക്കകത്തുള്ള ഒറൈൻ പേടകത്തിനകത്തുള്ള 4 സംഘങ്ങൾക്കും 4 യാത്രികർക്കും നൽകുകയാണ്. അവരുടെ വീണ്ടെടുക്കേണ്ട സംഘങ്ങൾക്ക് ഇപ്പോൾ അവരെ കാണാം എന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ വരുന്നു. യെസ്, 5 മിനിറ്റ് മാത്രം, 5.5 മിനിറ്റ് മാത്രമാണ് ഇനി സ്പ്ലാഷ് ഡൗൺ ബാക്കിയുള്ളത് എന്നുകൂടി അറിയാം. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5:31 ആയിരിക്കുന്നു. 5:37 കൃത്യമായ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുക. ഏതാണ്ട് 6 മിനിറ്റോളം, 5.5 മിനിറ്റിൽ 5:30ക്കും 6നും ഇടയിലുള്ള മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിന്റെ വേഗം കുറഞ്ഞു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇനി പാരച്യൂട്ടുകൾ വിടരേണ്ട സമയമാണ്. ഡ്രോപ്പ് പാരച്യൂട്ട് വിടർത്തേണ്ട സമയമാണ്. 5:33 ആ പാരച്യൂട്ട് വിടരുകയും ചെയ്യും. ആ സമയത്ത് അതിന്റെ വേഗം പരമാവധി കുറവിലേക്ക് വന്നു തുടങ്ങും. അതിനായുള്ള ഘട്ടം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. നിർണായകമായ, അതിനിർണായകമായ ഘട്ടമാണ്. വെലോസിറ്റി കുറഞ്ഞു വരുന്നു, പടിപടിയായി കുറഞ്ഞു വരുന്നു വെലോസിറ്റി. ആ പേടകത്തിന്റെ വേഗം കുറഞ്ഞു വരുന്നു. ഈ പേടകത്തെ റിക്കവർ ചെയ്യാൻ നിയോഗിച്ച സംഘത്തിന് ഇപ്പോൾ അവരെ കാണാം. അവരുടെ ക്യാമറകളിലും ഇപ്പോൾ പേടകം പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4.5 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ സ്പ്ലാഷ് ഡൗൺ എന്നുകൂടി അറിയുക. ഡ്രോപ്പ് പാരച്യൂട്ട് വിടർത്തേണ്ട സമയമാണ്. $50,000 അടി ഉയരെ എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇതാ ഈ പാരച്യൂട്ട് വിടർന്നു കഴിഞ്ഞു. താഴേക്ക് ഈ പേടകം പതിയെ വന്ന് വീഴാൻ പോവുകയാണ്. വളരെ മനോഹരമായ ദൃശ്യമായി ഇത് മാറുന്നു. ഒറൈൻ പേടകം തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. ഭൂമിയെ തൊടാൻ പോകുന്നു. അതിന്റെ വേഗം ഇനിയും കുറയേണ്ടതുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5:33. പാരച്യൂട്ട് വിടരേണ്ട സമയമാണ്. ഡ്രോപ്പ് പാരച്യൂട്ട് വിടർന്നിരിക്കുന്നു. വളരെ മനോഹരമായ, അത്രമാത്രം അക്യുറസി നമുക്ക് കാണാം. സാവധാനം അതിന്റെ വേഗം കുറഞ്ഞു വരുന്നു. പാരച്യൂട്ടുകൾ വിടർന്നിരിക്കുന്നു. താഴേക്ക് വളരെ വളരെ സാവധാനം വരുന്ന ഒറൈൻ പേടകത്തെ നമുക്ക് ഇവിടെ കാണാം. അത്രമേൽ സുന്ദരമായ ദൃശ്യമായി മാറുകയാണ്. നമ്മുടെ ശാസ്ത്രം എത്രമേൽ വളർന്നിരിക്കുന്നു, എത്ര നിസ്സാരമായാണ് ഈ പേടകത്തെ ഇപ്പോൾ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞർ എന്നുകൂടി അറിയുക. സ്പ്ലാഷ് ഡൗൺ സംഭവിക്കാൻ ഇനി സെക്കൻഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ശാന്തസമുദ്രത്തിലേക്ക് സാവധാനം വന്നണയുന്ന പേടകം. ചന്ദ്രനെ കണ്ട്, നിലാവ് നേരിൽ കണ്ട് തിരികെ ഭൂമിയിലേക്ക് മടങ്ങെത്തുന്ന 4 പേർ. അവർ മേഘപാളികൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുകയാണ്. പാരച്യൂട്ടുകൾ വിടർന്നിരിക്കുന്നു. അതിന്റെ വേഗം പരമാവധി താഴേക്ക് വരികയാണ്. ഇപ്പോഴും 4 പേർ ആ പേടകത്തിനകത്തുണ്ട്. ഇപ്പോൾ വളരെ സാവധാനം ആ പേടകം സമുദ്രത്തിലേക്ക് വീഴാൻ പോവുകയാണ്. സ്പ്ലാഷ് ഡൗൺ സംഭവിക്കാൻ ഇനി സെക്കൻഡുകൾ മാത്രം. വീണ്ടും പാരച്യൂട്ടുകൾ വിടർന്നിരിക്കുന്നു. വളരെ അടുത്ത് നിന്നും നമുക്ക് ആ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. 5:35 ആയിരിക്കുന്നു സമയം.
യെസ്, ഇപ്പോൾ കൺട്രോൾഡ് ആണ്. സ്പീഡ് അത്രമേൽ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിയന്ത്രണ വിധേയമായി ഒഴുകി താഴേക്ക് നീങ്ങുന്ന നമ്മുടെ പേടകം വിക്ടർ ഗ്ലോവർ നയിക്കുന്ന സംഘം, റീഡ് വൈസ്മാൻ നയിക്കുന്ന സംഘം. അതിൽ വിക്ടർ ഗ്ലോവർ ഉണ്ട്, ക്രിസ്റ്റീന കൂക്ക് ഉണ്ട്, ജെറമി ഹാൻസ് ഉണ്ട്. ഇങ്ങനെ 4 പേർ മനുഷ്യരുടെ പ്രതിനിധികളായി ചന്ദ്രനെ പോയി നേരിൽ കണ്ട് തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന ഏറ്റവും നിർണായകമായ നാഴികക്കല്ലായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറൈൻ പേടകത്തിനകത്തുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായി തുടങ്ങും. ഒപ്പം അതിനകത്തുള്ള ആളുകൾ ഇപ്പോൾ താഴെ കൺട്രോൾ സെന്ററുമായി സംവദിക്കുകയാണ്. കൃത്യമായി അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ മടക്കയാത്ര അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം 5:36 കഴിഞ്ഞു. ഇനി സെക്കൻഡുകൾ മാത്രമാണ് സ്പ്ലാഷ് ഡൗൺ ബാക്കിയുള്ളത്. ഏറ്റവും സുന്ദരമായ, നമുക്ക് ആ ദൃശ്യങ്ങൾ മാത്രം കൊടുക്കാം. നമ്മുടെ ടിക്കറും ബാക്കിയെല്ലാം ഒഴിവാക്കി നമുക്ക് ആ ദൃശ്യങ്ങൾ മാത്രം കൊടുക്കാം. ഇത് ചരിത്രമായി മാറുന്ന കാഴ്ചയാണ്, ചരിത്രം പിറക്കുന്ന കാഴ്ചയാണ്. നമുക്കിത് ഫുൾ ഫ്രെയിമിൽ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. മറ്റെല്ലാം ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു. സ്പ്ലാഷ് ഡൗൺ സംഭവിക്കാൻ ഇനി സെക്കൻഡുകൾ മാത്രമാണ്. 5:37 വരെ സമയമുണ്ടെങ്കിൽ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് ആ ഒറൈൻ പേടകത്തിൽ നമുക്കവിടെ ഫ്ലാഷുകൾ കാണാം. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത്രയും തീഗോളമായി വന്ന ഒരു പേടകമാണ്. അത് സമുദ്രത്തിൽ പതിക്കാൻ പോകുന്നു. അതിനുള്ള സെക്കൻഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മനുഷ്യരെ ഭൂമിക്ക് പുറത്തേക്ക് നയിച്ച് ചന്ദ്രനരികിലേക്ക് എത്തിച്ച് തിരികെ മടങ്ങിയെത്തുന്ന ഒരു പേടകം. ഇതൊരു ഹിസ്റ്ററിയാണ്. ഒരു നാഴികക്കല്ല് വീണ്ടും പിറന്നിരിക്കുന്നു. മനുഷ്യർ അവരുടെ ശാസ്ത്രത്തിന്റെ വളർച്ച അത് എത്രമാത്രമുണ്ട് എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. വരും കാലങ്ങളിൽ കൂടുതൽ ദൗത്യങ്ങൾ നടത്താനുള്ള ഒരു വലിയ കരുത്തായി, വലിയ ഊർജമായി ആർട്ടിമിസ് 2 ദൗത്യം മാറുകയുമാണ്. 2028 സംഭവിക്കുന്ന ആർട്ടിമിസ് 3, 2030 സംഭവിക്കുന്ന ആർട്ടിമിസ് 4 ദൗത്യങ്ങൾക്ക് വലിയ കരുത്തേകുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ സ്പ്ലാഷ് ഡൗൺ. ഇതാണ് നമ്മുടെ മൊമെന്റ്. അങ്ങനെ ഭൂമിയെ തൊട്ടിരിക്കുന്നു നമ്മുടെ ആർട്ടിമിസ് 2 ദൗത്യ സംഘങ്ങൾ എന്ന് പറയാം. ഒറൈൻ പേടകം ചന്ദ്രനെ കണ്ട് മടങ്ങിയെത്തിയ ഒറൈൻ പേടകത്തിലെ 4 പേർ ഭൂമിയെ തൊട്ടിരിക്കുന്നു. ഭൂമിയിൽ നിന്നും പോയി ചന്ദ്രനെ ചുറ്റി കറങ്ങി തിരികെ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന ആ 4 പേർ. ഇത് ചരിത്ര നിമിഷമാവുകയാണ്. അരനൂറ്റാണ്ടിന് ശേഷം, 54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിലേക്ക് പോയ മനുഷ്യർ അവർ തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ ഭൂമിയെ തൊട്ടിരിക്കുന്നു. ഇത് ഏറ്റവും നിർണായകമായ 5:37 തൊടുമെന്ന് പറഞ്ഞു. 5:37 കൃത്യമായി സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.